ഈ വർഷം വരുന്ന ആദ്യത്തെ വലിയ മലയാളം സിനിമയാണ് അബ്രഹാം ഓസ്ലർ. വിധുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ ജയറാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഒരു പോലീസുകാരനായിട്ടാണ് ജയറാം ഈ സിനിമയിൽ വരുന്നത്. ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ വലിയൊരു പ്രതീക്ഷയായിരുന്നു. വിധുൻ മാനുവൽ തോമസ് 5-ാം പാതിരയ്ക്ക് ശേഷം വരുന്ന ഒരു ത്രില്ലർ സ്ക്രിപ്റ്റാണ് വിധുൻ മാനുവൽ തോമസിന്റെ. എക്സെപ്ഷനലി ജയറാം ഈ സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നു. ഒരുപാട് നാൾക്ക് ശേഷം ജയറാം നല്ലൊരു സിനിമയായിട്ട് മടങ്ങി വരട്ടെ എന്ന് മലയാളി പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവിടേക്കാണ് അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഒരു ത്രില്ലർ സിനിമ വരുന്നത്. സർപ്രൈസ് ആയിട്ട് മമ്മൂട്ടിയുടെ കേമിയ റോളും ഈ സിനിമയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു പ്രതീക്ഷ നിറഞ്ഞിട്ടുള്ള ആദ്യത്തെ മലയാളം സിനിമയാണ് 2024. അതിന്റെ ട്രെയിലർ ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. ആ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മുടെ പ്രതീക്ഷയോടൊക്കെ ചേർന്ന് പോകുന്ന ഒരു ട്രെയിലറാണോ, ആദ്യം തന്നെ തിയേറ്ററിൽ പോകേണ്ട ഒരു സമയമാണിത്. അപ്പോൾ അതിനോട് ചേർന്നിരിക്കുന്ന ഒരു ട്രെയിലറാണോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ ഒരു ത്രില്ലർ എന്തായാലും 5-ാം പാതിര നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് ആ ഒരു എക്സ്പെക്ടേഷൻ എന്തായാലും ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ഈ ട്രെയിലർ കാണുന്നതും തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടി പോകുന്നതും. എന്തായാലും നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. നീ എവിടെയാണ് കറങ്ങി നടക്കുന്നത്? നിനക്ക് എനിക്കൊരു സ്ഥലം തന്നിട്ടില്ലേ? അവിടെ ഇരുന്നാ പോരെ. പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടൊന്നും. എന്തിനാണ് സാറേ ഇവനൊക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി ഫുഡ് വാങ്ങി കൊടുക്കുന്നത്? സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കല്ല വിഷമമുണ്ട്. പക്ഷെ സാറ് മാസം മാസം കൊണ്ടുവന്നി ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ എനിക്ക് പുറം ലോകമായി ആക്കിയുള്ള ബന്ധം. ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണടൂ. We are dead men walking, broken, cursed, forgotten. തന്റെ ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തന്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. തന്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ പെട്ടെന്ന് വൻതോതിൽ രക്തസ്രാവം വന്നുള്ള മരണം. It's a number 11 scalpel, both pointing and piercing. നന്നായിട്ട് പേടിപ്പിക്കാറില്ല. ഒരുമാതിരി പ്രേതങ്ങളുടെ ശബ്ദം പോലെ. Kind of strange, അല്ലേ? Anything can happen to anyone, anytime, അല്ലേ? ജീവിച്ചു മതിയായ ഒരു മനുഷ്യനെ നമ്മളിനി എന്ത് പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടല്ല. You deserve to know. ദൈവവും പരദീസയുമല്ല നീ കൈവിട്ടവരാണ് നമ്മൾ. നരകങ്ങളുടെ ആഴക്കയങ്ങൾക്ക് പോലും വേണ്ടാത്തവർ. നമ്മുടെ ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയാലോ ഓസ്ല? അയാളുടെ കയ്യിലുണ്ടെങ്കിലോ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. അപ്പൊ ജനുവരി 11-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസ് ആവുന്നത്. എക്സ്പെക്ടേഷൻ ഉണ്ട്, കാരണം ട്രെയിലർ ഡീസന്റ് ആയിട്ടുള്ള ട്രെയിലർ തന്നെയാണ്. അത്ര കിടുവായിട്ടുള്ള ട്രെയിലർ എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഡീസന്റ് ആയിട്ടുള്ള ട്രെയിലറാണ്. സിനിമയിലേക്ക് പോകുന്തോറും നമ്മളെ കൊണ്ടിരുത്തുമെന്ന് ഉറപ്പാണ്. കാരണം ട്രെയിലറിൽ തന്നെ പല എലിവേഷൻസും നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ സപ്പോർട്ട് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമയിലും ആ ഒരു ഫീല് കൊടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ കിട്ടുവാണെങ്കിൽ, ഒരു സീറ്റഡ് ത്രില്ലറിലേക്ക് വിധുൻ മാനുവൽ തോമസ് ഓസ്ലറിനെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി അതിനടക്ക് വെച്ചിട്ട് നല്ലൊരു പാട്ടിൽ മമ്മൂക്കയുടെ കൂടെ എൻട്രി മതിയാണെങ്കിൽ പൊളിക്കും. 2024 ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ ആണുള്ള എല്ലാ സ്കോപ്പും ഉള്ള ഒരു ട്രെയിലറാണ് സിനിമ ഇറങ്ങുന്ന മുമ്പ് വിധുൻ മാനുവൽ തോമസും ടീമും ഇറക്കി വിട്ടിരിക്കുന്നത്. ട്രെയിലർ എനിക്ക് ഇഷ്ടമായി. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരു ത്രില്ലർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സിനിമ എന്തായാലും നമ്മളെ എക്സ്പെക്ട് ചെയ്യും, തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യും. അപ്പോൾ ജനുവരി 11-ാം തീയതി അബ്രഹാം ഓസ്ലർ കാണാൻ നിങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടട്ടെ. ബൈ ബൈ.